ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ എനിക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് എനിക്കും എന്നെ അറിയുന്നവർക്കും എന്നെ അറിയാത്തവർക്കും എന്താ പറയുക, ഇന്ന് നല്ലൊരു ദിവസമായി മാറട്ടെ. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, മാനസിക സമ്മർദ്ദങ്ങളൊന്നുമില്ലാത്ത, എന്നാൽ സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും ദൈവത്തിനെ ഓർത്ത് പ്രാർത്ഥിച്ച് മുന്നേറുന്ന ഒരു മനസ്സ് നമുക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ദിവസം ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഞാൻ പാട്ടും പാടി അതേപോലെ തന്നെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് വ്ളോഗ്സ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതല്ല. ഈ എൻജോയ്മെൻറ്റ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ അതിൻ്റെ ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് റവന്യൂ അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ട്. അപ്പോൾ ഈ റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പോപ്പുലർ ആവേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് മീറ്റപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോസും അതേപോലെ പറയുന്ന കാര്യങ്ങളിൽ എന്താണോ ടോപ്പിക്ക് വരുന്നത് ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെ നിലനിന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ ഡെയിലി ചെയ്യുമ്പോൾ എനിക്ക് ആ ടോപ്പിക്ക് തന്നെ പറയാനായിട്ട് സാധിക്കും. ചിന്തകളാണ് എൻ്റെ ടോപ്പിക്ക്, സംസാരമാണ് എൻ്റെ മെയിൻ ടോപ്പിക്ക്. അതുകൂടാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈവൻ ഉറങ്ങുമ്പോൾ പോലും നമ്മൾ കേൾക്കുന്ന ആ ശബ്ദവുമായി സംസാരിച്ച് ആ ശബ്ദവുമായി നമ്മളൊരു ധാരണയിൽ എത്തുന്നതിനെയാണ് ഞാനൊരു സക്സസ് സ്റ്റോറി ആയിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അതേപോലെ തന്നെ സ്വന്തം മനസ്സ് നമ്മളോട് റിജക്ഷൻ പറയുന്ന ഒരുപാട് സമയങ്ങളും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ മനസ്സിനോട് സമാധാനപ്പെടുത്തിയിട്ട് പറയണം, ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതിനേക്കാൾ നല്ല കാര്യങ്ങൾ ഇനി നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടെന്ന് സ്വയം പറയാൻ കെൽപ്പുള്ള ഒരാളായിട്ട് നമ്മൾ മാറണം. ഞാൻ അങ്ങനെ മാറാനായിട്ട് പരിശ്രമിക്കുന്നത് കൊണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് അറിയാം, ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ മനസ്സിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ 65,000-ഓളം ചിന്തകൾ വരും. ഈ 65,000 ചിന്തകളല്ലല്ലോ തൊട്ടടുത്ത ദിവസം വരുന്നത്. നമുക്ക് എത്ര വയസ്സായി? എനിക്ക് 38 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ 38 വയസ്സായതിൽ എത്ര ചിന്തകൾ ഞാൻ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവും. പോരാത്തതിന് ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ളൊരു പ്രശ്നം കൂടി ഉള്ളതിൻ്റെ പേരിൽ ഞാൻ നോർമലി ഒരാൾ ചിന്തിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ചിന്തിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ചിന്തകൾ, ഇൻഫർമേഷൻ ഓവർലോഡാണ്. ഈ ഓവർലോഡായി നിൽക്കുന്ന കാര്യങ്ങൾ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് തട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് ഡംപ് ചെയ്യാനുള്ള ഡാറ്റാസൊക്കെ എടുത്തിട്ട് അതെല്ലാം കൊണ്ടുപോയി തട്ടിക്കളഞ്ഞതിന് ശേഷം ഞാനൊരു റീഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക, ഫോർമാറ്റ് ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക. ബ്രെയിൻ റീവയറിങ്, ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും, റിവയർ യുവർ ബ്രെയിൻ, റിവയർ യുവർ ന്യൂറോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എക്സാക്ട്ലി അതെല്ലാം കറക്റ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ഡിസിപ്ലിനോട് കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് ഓരോ ദിവസം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ കൺസിസ്റ്റൻസി ഓട്ടോമാറ്റിക്കായിട്ട് വരും. കൺസിസ്റ്റൻസി വരുമ്പോൾ കൂടെ ഡിസിപ്ലിൻ വരും. ഇത് രണ്ടും കൂടെ വരുമ്പോൾ എക്സലൻസ് എന്ന് പറഞ്ഞൊരു സാധനം വരും. എക്സലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സക്സസ് എന്നുള്ളൊരു സാധനം പിന്നാലെ വരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഐഡിയോളജി കാര്യങ്ങളെല്ലാം. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് റവന്യൂ കിട്ടുന്ന കാര്യങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്ക് റവന്യൂ ഉണ്ട്. അതുകൂടാതെ ഇൻഷുറൻസ് ഏജൻ്റാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അത് കൂടാതെ മറ്റു കാര്യങ്ങളും കൂടെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ആകുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിലോട്ട് എത്തും. അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആവുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഏതൊരാളായിക്കോട്ടെ, ഇത് കേൾക്കുന്ന ആർക്കും അഡോപ്റ്റ് ചെയ്യാവുന്ന കുറച്ച് മെത്തേഡ്സാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ചിന്തകളുമായിട്ടുള്ള നമ്മുടെ സംസാരം അതിനൊന്ന് ഗൗനിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ജീവിതത്തിൽ മാറുന്നതാണ്. ഡിപ്രഷൻ അടിച്ചോ അങ്ങനെ മാറിയിരിക്കാനൊന്നും നമുക്ക് തോന്നൂല. അവരുമായിട്ട് നമ്മുടെ സ്വയമായിട്ട് നമ്മളൊരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റാർക്കും നമ്മളെ തടയാൻ സാധിക്കില്ല. അപ്പോൾ ഓക്കെ, ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ ഷാഹിദ്, സൈനിങ് ഓഫ് ഫ്രം ഹോക്കറാസ്. ഗുഡ് ബൈ.